അതൊന്നും ഇവിടെ നടക്കത്തില്ല. പറ, തുറന്നു പറ, തുറന്നു പറ. എന്താണ് എന്റെ പൊന്നിയായിട്ട് ഇന്നലെ വിളിച്ചിട്ട് ഈ കൊച്ചു ചെയ്ത പണി എന്താണെന്നറിയോ? പൊട്ട റിവ്യൂ എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂ എന്ന് നാട്ടുകാർക്ക് പറയാൻ പറഞ്ഞു. എന്താ മുഖത്ത് നോക്കി സംസാരിച്ച്, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കും. പറ, നീ പറയാനുള്ള പറഞ്ഞിട്ട് പോയത്. എനിക്ക് വയറിലാവേണ്ട കാര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് വെച്ചുവിട്ടാ എന്താ? എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ചപ്പോ ഒന്നും അല്ലായിരുന്നല്ലോ. എന്താ പറയാനുള്ള പറ. അച്ഛനായാലെന്താ നിൽക്കുന്നെന്താ? എന്തോ എന്തായാലും പറഞ്ഞിട്ട് മുഖത്തോക്കി പറഞ്ഞോ. എന്റെ പേര് ഷാൻ. പറയാനുള്ള പറഞ്ഞോ. എന്റെ മുഖത്തോക്കി പറഞ്ഞോ. ഇല്ല, തൊടത്തില്ല. പറഞ്ഞോ. എന്റെ പേരെന്താ? പറഞ്ഞോ. എന്റെ പേര് ഷാൻ. ഇല്ല, എനിക്ക് വയറിലാവേണ്ട കാര്യമില്ല. ഇതെനിക്ക് വയറിലാവേണ്ട കാര്യമില്ല. തെളിവ് കാണിക്കാം. നിങ്ങളുടെ എന്ത് ടൈപ്പ് പ്രൊമോഷൻ ആണെങ്കിലും ഇത് വൈറലായോ? ഇല്ലില്ല, എന്റെ ആവശ്യമില്ല. എന്തിനാണ് താങ്കൾ എന്റെ അടുത്ത് പറഞ്ഞല്ലേ? താങ്കൾ അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? തനിക്ക് വൈറലാവണമായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും, തനിക്ക് വൈറലാവണമായിരുന്നു. തന്റെ ഫസ്റ്റ് പടമല്ലേ? തന്റെ ഫസ്റ്റ് പടമല്ലേ? തനിക്ക് വയറിലാവണമായിരുന്നു. അത് പറ. എന്നെ കൊണ്ട് ജയിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ച് ഇവരടുത്ത് പറയാ എന്നെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ച് വേറെ ഒന്നല്ല ചെയ്യിപ്പിച്ചേ. എന്നല്ല, എന്നെ എല്ലാരും ഇവിടെ ഇടിക്കല്ലേ. ഈ പടം സൂപ്പർ പടമാണ്. ഇത് ഗുലുമാൽ ഓൺലൈൻ എന്ന് പറഞ്ഞ എന്റെ ഷോ ആയിരുന്നു കേട്ടോ. എന്നെ ഇടിക്കല്ലേ. അതാ സോറി കേട്ടോ. സോറി. അതെന്താ? ഇതെന്റെ ഷോ. എല്ലാരോടും ഇടിക്കല്ലേ. പറ. നീ ഒരുപാട് ഷോ കാണിക്കില്ല. പോടാ. ഗുലുമാല് ഒരു പെണ്ണിന്റെ എങ്ങനെ കാണിക്കുന്നത്? എന്ത് ഗുലുമാല്? നീ പോടാ. എന്നാ ഗുലുമാല? പിന്നെ തീർച്ചയായിട്ടും പ്രാങ്കണം. എന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ വഹിക്കുന്നത്. ഇതിന്റെ ഒരു പ്രൊമോഷൻ മാത്രമാണ് കേട്ടോ. നമ്മുടെ നായിക്കൊന്ന് വിളിക്കും. എന്റെ പൊന്നട സോറി എല്ലാരോടും സോറി. നിങ്ങളാണ് സത്യം പറഞ്ഞ പക്ക ഗുലുമാല് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഏർപ്പാടാക്കിയതാണോ? പാവം ആ കുട്ടി പേടിച്ചു. എവിടെ ഓടിയുണ്ട്. നായിക്കൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. ശരിക്കും കൂടിപ്പോയി. സോറി കേട്ടോ. അതാ സോറി പറഞ്ഞു. ഞാൻ സോറി പറയാം. നായികയുടെ സോറി. ചാളന്നിട്ട് കൊണ്ടുതരുമോ? എനിക്ക് കാണുന്നില്ല. നമ്മളൊരു ഗുലുമാല ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ടീം പറഞ്ഞിരുന്നു നായികയ്ക്ക് ഒരു ചെറിയ പണി കൊടുക്കണം. പക്ഷെ ഇത് കൈവിട്ട് പോകുമെന്ന് അറിഞ്ഞില്ല കേട്ടോ. സോറി. വിളിക്കുമോ? നായിക കേട്ടോ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു നായികയ്ക്ക് നാട്ടിലേക്ക് പണി കൊടുക്കാം. എന്തുമായാലും ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പറയാം. പടം ഞാൻ കണ്ടു. സൂപ്പർ. സത്യം പറഞ്ഞാൽ ഞാൻ നേപ്പാളി കൊച്ചാണെന്നാണ്. അന്നാ ഒരു രക്ഷയില്ല. പൊളിച്ചടിക്കുന്നുണ്ടല്ലോ. എല്ലാരും കാണണം. സൂപ്പർ പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി വന്ന് റാങ്ക് ചെയ്തത്. അല്ലാതെ എന്റെ പേര് ഷാൻ ചാർലി. അച്ഛന്റെ പേര് ശശി എന്നാണ്. വേറെ ഒന്നല്ല. ചാർലി ചാപ്പിന്റെ വേഷം കിട്ടുന്നത് ഷാൻ.
അപ്പൊ ചേട്ടാ ചേട്ടനോട് ഈ തരത്തിലുള്ള പ്രൊമോഷൻ ചെയ്യാൻ ആരാ പറഞ്ഞു? ആര് ഈ തരത്തിൽ പ്രൊമോഷൻ ചെയ്യാൻ ആരാ പറഞ്ഞു? ഞാൻ ഈ തരത്തിലുള്ള പ്രൊമോഷൻ അല്ല ഇത്. ഞാൻ ഗുലുമാന്റെ ഭാഗമായിട്ട് ഓൺലൈന് വേണ്ടി ചെയ്തത്. മനസ്സിലായി. നായികയെ പ്രാങ്ക് ഇല്ല ചേട്ടാ, ആരാണ് ചേട്ടനെ ആരും പറഞ്ഞില്ല. ഞാൻ തന്നെ ചെയ്തത് സ്വയം ഇഷ്ടത്തിന്. എനിക്കൊന്ന് വൈറലാവണമായിരുന്നു, ഇത്രേ ഉള്ളൂ. ബ്രോ നേരത്തെ ചോദിച്ചില്ലേ, അത് എന്നെ സംഭവിച്ചു. ഇത്രയും നാള് ബാക്കിയുള്ളവരെല്ലാവരും വൈറലായില്ലയോ? ഞാൻ ഗുലുമാല് കുറച്ച് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തോന്നിയൊരു ഐഡിയ ആണ്. പ്രൊഡക്ഷൻ ആരെങ്കിലും ആരും പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം പ്രാങ്ക് ചെയ്തു. പക്ഷെ പ്രാങ്ക് ചെയ്യുന്നത് ആദ്യം പറഞ്ഞത് പ്രൊഡക്ഷൻ അതെന്റെ വായെന്നുള്ള തെറ്റായിരിക്കും. എന്തോ ഞാൻ മൊത്തത്തിൽ ഉടായിപ്പാ, എന്നെ കണ്ടാലേ ഉടായിപ്പാ. ആറാട്ടനെ പരാതിയൊക്കെ ഇനി ഇവിടെ വേണ്ട നമുക്ക്. ഞാൻ മതി. അടുത്ത എന്റെ ഷാൻ ചാർലി, ആറാട്ടനും ഒക്കെ ചുമ്മാ പടം അവരൊക്കെ വിട്ടേരെ. ഇനി എന്റെ പറയല് വാ, കുറച്ച് നാളത്തേക്ക് വരുമോ? വരണം. നിങ്ങൾ വന്നാലല്ലേ നമുക്ക് താരമാവാൻ പറ്റത്തുള്ളൂ.